ഞാൻ പെട്ടെന്നൊരു തീരുമാനം പറയുന്നില്ല. ഞങ്ങൾക്ക് വരണമെന്നാണ്. ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി. എന്ത് പരിപാടി ആസൂത്രണം ചെയ്യണ പോലെ ഉണ്ടല്ലോ. നമ്മള് അസിസ്റ്റന്റ് മാനേജർ സുദീപ് ഇല്ലേ, അവനാ വിളിച്ചത്. വീക്കെൻഡ് തിരുപ്പതി പോയാലെന്നാ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല, പോയാലോ? പിന്നെന്താ പോവാലോ. ഞാനാണെ കൊറേ നാളായിട്ട് വിചാരിച്ചോണ്ടിരുന്ന കാര്യ. മോൾക്കാണെങ്കിൽ വെക്കേഷൻ അല്ലേ, നമുക്ക് പോവാട്ടാ. പോവാ. എന്താ മോളെ? അതെ, അടുത്ത ആഴ്ച തിരുപ്പതിക്ക് പോയാലോ എന്നൊരു പ്ലാൻ. വളരെ നല്ല കാര്യം. അമ്മയും കൂടെ വരട്ടെ മോളെ? അതെന്തോന്ന് ചോദ്യം അമ്മ, അമ്മയും കൂടെ വന്നോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏട്ടന്റെ അമ്മ വരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആകെ കൊളാവും. കാരണം പുള്ളിക്കാരിക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ഉണ്ട്, ബാക്ക് പെയിനും ഉണ്ട്. ട്രെയിനിൽ ഇത്രയും ദൂരം ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതാ. പിന്നെ നിന്റെ അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആക്കിയിട്ട് പോയായിരുന്നു. ഇതിപ്പം അയ്യോ എന്റെ പൊന്നു കരിമോനെ, എനിക്ക് എന്നെ തന്നെ നോക്കാൻ വയ്യ. അവരെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാലേ എവിടെയെങ്കിലും ഉരുണ്ട് വീണാലേ എന്റെ തലയിലാകും. ഉറങ്ങിയിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ പിന്നെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാം. അയ്യോ അമ്മാവന്റെ വീട്ടിലൊന്നും ഏൽപ്പിച്ചിട്ട് പോകണ്ട. അവിടെ പോയി ഇരുന്നിട്ട് വേണം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മാവൻ പറയാൻ. അമ്മേനെ അവിടെ ഉപേക്ഷിച്ച് തള്ളിയിട്ട് പോയിരുന്നു. എന്നാ പിന്നെ പോവാതിരിക്കാം. അല്ല പിന്നെ ഇപ്പൊ എന്തോന്ന് ചെയ്യും? അയ്യോ എലിയെ പിടിച്ചില്ലം ചൂടാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം. സിറ്റിയിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, തൽക്കാലം അവിടോട്ടാക്കിയാലോ? നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോ തിരിച്ചു കൂട്ടാലോ. അവര് പൊന്നുപോലെ നോക്കിക്കോളും. അതൊക്കെ ശരിയാവോ? എന്താ ശരിയാകാത്തത്? എത്രയോ പേര് ചെയ്യുന്നു. ചിലര് കണ്ടിട്ടില്ലേ, വീട്ടിനകത്ത് വളർത്തുന്ന പട്ടിയും പൂച്ചയൊക്കെ കൊണ്ട് പെറ്റ് ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് യാത്രയ്ക്ക് പോകും. തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവരും. ആരും ഒട്ടും അറിയത്തുമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മയുടെ ബുദ്ധി അപാരം തന്നെ. നിന്റെ അമ്മായിയമ്മയെ തൽക്കാലം ഓൾഡ് ഏജ് ഹോമിൽ നിർത്തണോ ജീവിതകാലം മൊത്തം നിർത്തണോന്നേ നീ ഒന്ന് ആലോചിക്കും. നിന്റെ ബുദ്ധി പോലെ ഇരിക്കും.